ജമ്മു കാശ്മീരിൽ വൻ കാട്ടുതീ. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ദബ്രാജിലാണ് കാട്ടുതീ ഉണ്ടായത്. തീ അണയ്ക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, എപ്പോഴാണ് ഈ കാട്ടുതീ കണ്ടത്? ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ജമ്മു കാശ്മീരിൽ വൻ കാട്ടുതീ എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഈ മരങ്ങളിലൊക്കെ തീ പടരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബൽറാം ചേരുന്നുണ്ട്. ബൽറാം, എപ്പോഴാണ് ഈ കാട്ടുതീ പടർന്നത്? ഇപ്പോൾ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? അനൂപ്, കഴിഞ്ഞ 2 ദിവസമായി ജമ്മു കശ്മീരിൽ, പ്രത്യേകിച്ച് ജമ്മു മേഖലയിൽ വലിയ തോതിലുള്ള കാട്ടുതീ കാണപ്പെടുന്നുണ്ട്. 2 ദിവസം മുമ്പുണ്ടായ കാട്ടുതീ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വനമേഖലയിൽ വരുത്തിയിരുന്നു. ഒടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മെന്ദർ മേഖലയിൽ ഉള്ള വലിയ കാട്ടുതീയാണ്. അത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഇപ്പോൾ അത് കെടുത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും ഗൗരവതരം എന്നുള്ളത്, ഈ കാട്ടുതീ ഇപ്പോൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ദബ്രാജിൽ മേഖലയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തീ കെടുത്താനുള്ള ശ്രമം ഊർജിതമായി പുരോഗമിക്കുന്നു. അത് സൈന്യത്തിന്റെയും ഒപ്പം തന്നെ പ്രാദേശിക ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിലാണ് കാട്ടുതീ കെടുത്താനുള്ള ശ്രമകരമായ ദൗത്യം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ ഈ കാട്ടുതീക്ക് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം തുടർച്ചയായി 3 ദിവസങ്ങളായി പലയിടങ്ങളിൽ കാട്ടുതീ ഉണ്ടാകുന്നു. ഇത് ഈ കരി കച്ചവടക്കാരും മറ്റും ഇവിടെ ഈ പ്രദേശത്ത് മരങ്ങൾക്ക് തീയിട്ടതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് കണ്ടെത്തിയ കാട്ടുതീ അത് അത്തരത്തിലാണ് എന്നുള്ള സംശയവും പരാതിയും ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. അതിനിടെയാണ് വലിയ തോതിലുള്ള കാട്ടുതീ മെന്ദർ മേഖലയിൽ ഇപ്പോൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. തീ കെടുത്താനുള്ള ശ്രമം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. എന്തായാലും തീ കെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.